ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ട ഒരു സത്യമാണ്. ആരോഗ്യമുള്ള ശരീരമെന്ന് പറയുമ്പോൾ അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. അത് നമ്മുടെ ആത്മാവിൻ്റെ, നമ്മളുടെ സോളിൻ്റെ ആരോഗ്യമാണ്. പാപമില്ലാത്തൊരാത്മാവിൽ പരിശുദ്ധാത്മാവ് നിറയുകയും ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ കത്തിജ്വലിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ആത്മാവിനാൽ ആരോഗ്യവാനായ, ആരോഗ്യവതിയായ ഒരു മനുഷ്യനായി, മനുഷ്യ സ്ത്രീയായി മാറുന്നു. എന്നാൽ പാപം നിലനിൽക്കുന്ന, പശ്ചാത്തപിക്കാത്തൊരു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കരുണ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അവിടെ കൃപയോ അനുഗ്രഹങ്ങളോ ഉണ്ടാകില്ല എന്ന് നാം തിരിച്ചറിയണം. കാരണം ആ വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചതാണ്. ആ വ്യക്തിയും ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആത്മാവ് രോഗം പ്രാപിച്ച അവസ്ഥ അത്യധികം ദുഷ്കരമാണ്. നാം ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ ആ അസുഖം ശരീരത്തിൽ പ്രതിഫലിച്ച് കൂടുതൽ വഷളായി മാറുന്നതുപോലെ പാപം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നു. നാം അതിനുവേണ്ടിയുള്ള പരിഹാരക്രിയ ചെയ്യാതിരിക്കുമ്പോൾ, പശ്ചാത്തപിച്ച് പാപമോചനം തേടാതിരിക്കുമ്പോൾ ഈ ആത്മീയ രോഗം, ആത്മാവിൻ്റെ രോഗം കൂടുതൽ വഷളായി ആത്മാവ് തന്നെ എന്നേക്കുമായി നശിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് വന്നു ചേരാൻ പാടില്ല. സഹോദരങ്ങളെ, ദൈവം ഇന്ന് ഈ ദിവസം നമുക്ക് വീണ്ടും നൽകിയിരിക്കുന്നു. പശ്ചാത്തപിച്ച് ആ പിതാവിൻ്റെ അടുക്കലേക്ക് ധൂർത്തപുത്രരെ പോലെ തിരികെ വരുവാൻ. ധൂർത്തപുത്രന് കർത്താവിൻ്റെ കരുണയുണ്ടായതുകൊണ്ടാണ് പശ്ചാത്തപിക്കാനുള്ള പ്രേരണ ആ പുത്രന് വന്നത്. അതുകൊണ്ടാണ് ചിന്തിച്ചത്, എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോയാൽ എത്ര നന്നായിരിക്കും എന്ന്. ആ ബോധം ബോധത്തിലേക്ക് നയിക്കുകയും ആ വ്യക്തിയെ അപ്പനുമായിട്ട് പൂർണ്ണമായി രമ്യതപ്പെടുവാൻ കാരണമാകുകയും ചെയ്തു. അനുതപിക്കുന്ന ഒരു പാപിയെ പറ്റി സ്വർഗം സന്തോഷിക്കുന്നു. പാപമേറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവകൃപയും അനുഗ്രഹങ്ങളും ഒഴുകും. അതിനാൽ നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം, ബോധവതികളായിരിക്കണം. ഓരോ നിമിഷവും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പാപരഹിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഈ നിമിഷം തയ്യാറെടുക്കാം, തീരുമാനിച്ചുറപ്പിക്കാം. അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ. നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് യേശുവിനെ വൈദ്യനായി സ്വീകരിച്ച് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മീയമായി ആരോഗ്യവാന്മാരായ, ആരോഗ്യവതികളായ ഒരു സമൂഹമായി നമുക്ക് വളരാം. ഈ വിചിന്തനം നമ്മുടെ ആത്മീയ യാത്രയിൽ ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.